കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പൽ കേരള തീരത്ത് നിന്നും നീക്കും. കോസ്റ്റ് ഗാർഡിനൊപ്പം പോർബന്തറിലെ മറൈൻ എമർജൻസി സംഘവും പങ്കാളിയാവുകയാണ്. ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ച് കപ്പൽ ദീർഘദൂരം വലിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഈ ഒരു കപ്പൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഈ വലിച്ചു നീക്കുന്ന നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കേരള തീരത്ത് വെച്ച് തീപിടിച്ച കപ്പലുമായിട്ട് ഇന്നലെ വടം കെട്ടി ബന്ധം സ്ഥാപിച്ചിരുന്നു കോസ്റ്റ് ഗാർഡ്. ഇതിനെ ഉൾക്കടലിലേക്ക് വലിച്ചു നീക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം കേരള തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാരിസ്ഥിതിക ദുരന്തമായി മാറും. അതുകൊണ്ട് തന്നെ ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിന് പുറമെ മറ്റ് ഏജൻസികൾ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അതിസാഹസികമായിട്ട് തന്നെയാണ് ഈ കപ്പൽ ഇറങ്ങി ഇതിൽ വടം കെട്ടിയത്. അതിനുശേഷം ആ വടത്തിന്റെ അറ്റം മറ്റൊരു കോസ്റ്റ് ഗാർഡ് കപ്പലിലും ബന്ധിപ്പിച്ചു. അങ്ങനെയാണിത് വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടില്ല. അതൊരു ആശങ്കയാണ്. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കോസ്റ്റ് ഗാർഡ് കാണുന്നത്. എത്രയും വേഗം തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡിന് ഉള്ളത്. എന്തായാലും തീയണയ്ക്കൽ തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ് കോസ്റ്റ് ഗാർഡും അറിയിക്കുന്നത്. ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണല്ലേ ഇപ്പോൾ? നമ്മുടെ തീരത്തേക്ക് എത്തില്ല എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ട്. ഇന്ന് എന്തായാലും ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയും പലരും പറയുന്നുണ്ട്. ആകാശ നിരീക്ഷണമൊക്കെ തന്നെ നടത്തിയിരുന്നു. ഡോർണിയർ വിമാനങ്ങൾ ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് നോക്കിയിരുന്നു. അങ്ങനെ 10-20ഓളം കണ്ടെയ്നറുകളെ അവർ സ്പോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ അത് കേരള തീരത്ത് എത്താനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ കേരള തീരത്ത് അല്ലെങ്കിൽ കടലിന്റെ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന നാശം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത് ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലിനെ ഈ കേരള തീരത്ത് നിന്നും വലിച്ച് ഉൾക്കടലിലേക്ക് മാറ്റുന്നത്.